ഹായ് ഫ്രണ്ട്സ്, എക്കണോമിക്സ് എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് മെജോറിറ്റി കുട്ടികൾക്കും എക്കണോമിക്സ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ടായിരുന്നത്, റെയർ കോമ്പിനേഷൻ. പിന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് മെജോറിറ്റിയും എക്കണോമിക്സ് തന്നെയാണ് ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷേ ഒബ്ജക്റ്റീവ് ഒന്നൊരു പിടിച്ചോ എന്നൊരു സംശയം എനിക്ക്. അതൊരു ഫുൾ മാർക്ക് വാങ്ങുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആവുമോ, ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അല്ലാതെ, അങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എസ് എ പ്രതീക്ഷിച്ചത് 5 മാർക്കിനൊക്കെ വന്ന കേസൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ ബുദ്ധിമുട്ടിച്ചില്ല. ഡബിൾ പാസ്സൊക്കെ പാസ് മാർക്കും ഡബിൾ പാസ്സൊക്കെ എളുപ്പം നേടാം, A+ നേടാം. എന്നാലും അതിനൊരു അധ്വാനം വേണം. ഫുൾ മാർക്ക് കുറച്ച് ടൈറ്റ് തന്നെയാണ്. ഇതെൻ്റെ ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഇന്നത്തെ എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഹാപ്പിയാണോ? പാസ് മാർക്ക് ഉറപ്പിക്കാമോ, ഡബിൾ പാസ് ഉറപ്പിക്കാമോ, A+ ഉറപ്പിക്കാമോ, ഫുൾ സ്കോർ ഉറപ്പിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനായി കാത്തിരിക്കുന്നു. എന്തായാലും അങ്ങനെ +2 എക്കണോമിക്സ് പോലെ നമുക്കങ്ങനെ വളരെ വളരെ ഈസി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കുഴപ്പമില്ലാത്തൊരു എക്സാമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ ഇന്നത്തെ എക്സാം എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനായി ഞാൻ കാത്തിരിക്കുന്നു. എന്തായാലും കൂളായിരിക്കുക. ഇനി ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് അതും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.